സംസ്ഥാനത്തെ ആദ്യത്തെ ജലവൈദ്യുത ഉൽപാദന കേന്ദ്രമായ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയുടെ വിപുലീകരണം യാഥാർത്ഥ്യമാകുന്നു. 60 മെഗാവാട്ടായി ഉൽപാദനം വർദ്ധിപ്പിച്ച പള്ളിവാസൽ ജലവൈദ്യുത വിപുലീകരണ പദ്ധതി ഉദ്ഘാടനത്തിനൊരുങ്ങുകയാണ്. ആദ്യഘട്ടത്തിലെ 37.5 മെഗാവാട്ട് ഉൽപാദനമാണ് 60 മെഗാവാട്ടായി ഉയർത്തിയിരിക്കുന്നത്. വൈദ്യുതി നിലയത്തിലെ 1-ാം നമ്പർ ജനറേറ്റർ കഴിഞ്ഞ വർഷം ഡിസംബർ 5-നും 2-ാം നമ്പർ ജനറേറ്റർ ഡിസംബർ 24-നും ഗ്രിഡുമായി ബന്ധിപ്പിച്ച് വാണിജ്യോൽപാദനം ആരംഭിച്ചു. 159.898 മില്യൺ യൂണിറ്റാണ് ഇതുവരെയുള്ള ഉൽപാദനം. സ്ഥാപിത ശേഷിയിൽ സംസ്ഥാനത്ത് 7-ാം സ്ഥാനത്താണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഉള്ളത്. വെള്ളത്തിന്റെ അധിക ലഭ്യതയും ജലവൈദ്യുത ഉൽപാദന സംവിധാനത്തിന്റെ കാലപ്പഴക്കവും കണക്കിലെടുത്താണ് പഴയ പവർ ഹൌസിനോട് ചേർന്ന് പള്ളിവാസൽ വിപുലീകരണ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. അധികമായി 153.90 മില്യൺ യൂണിറ്റാണ് പദ്ധതി പ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നത്. 1940-ലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിതമായത്. ലക്ഷ്മിയാർ, നല്ലതണ്ണിയാർ, മാട്ടുപ്പെട്ടിയാർ എന്നിവയുടെ സംഗമസ്ഥലമായ പഴയ മൂന്നാറിലെ ഹെഡ്വർക്സ് ഡാമിൽ നിന്നുമാണ് പദ്ധതിക്കാവശ്യമായ ജലം ലഭ്യമാകുന്നത്. കുണ്ടള, മാട്ടുപ്പെട്ടി എന്നീ ഡാമുകളിൽ ജലം സംഭരിച്ച് ഹെഡ്വർക്സിൽ നിന്ന് ടണൽ വഴി തിരിച്ചുവിട്ട് പെൻസ്റ്റോക്ക് വഴി പള്ളിവാസൽ സ്ഥാപിച്ചിട്ടുള്ള പവർ ഹൌസിൽ എത്തിച്ചാണ് ഉൽപാദനം നടത്തുന്നത്. പിന്നീട് നടത്തിയ പഠനങ്ങളിൽ കൂടുതലായുള്ള വെള്ളത്തിന്റെ ലഭ്യതയും പഴയ സിസ്റ്റത്തിന്റെ കാലപ്പഴക്കവും കണക്കുകൂട്ടി പഴയ പവർ ഹൌസിനോട് ചേർന്ന് തന്നെ കൂടുതലായി 60 മെഗാവാട്ടിന്റെ പുതിയ പദ്ധതിയായി പള്ളിവാസൽ എക്സ്റ്റൻഷൻ സ്കീം വിഭാവനം ചെയ്തു. 2024 ഡിസംബർ 15-ന് ആരംഭിച്ച പദ്ധതി പകുതിയിൽ മുടങ്ങുകയും പിന്നീട് 2018-ൽ പദ്ധതി പുനരാരംഭിക്കുകയും ചെയ്തു. പദ്ധതിക്കായി 5 ഹെക്ടറിലധികം സ്ഥലത്ത് 434.66 കോടി രൂപ മുതൽ മുടക്കിയുള്ള നിർമ്മാണ പ്രവർത്തനമാണ് നടന്നിട്ടുള്ളത്. സിറ്റി വിഷൻ, ആനച്ചാൽ.